ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വാട്ടേഴ്സിലെ ചാപ്റ്റർ 1 മലയാളം എക്സ്പ്ലോറേഷനാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഹൊക്കാഗെ പെൻഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഷിക്കന്മാരും അതുപോലെ തന്നെ കൊനഹമാരും നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണെങ്കിൽ നമ്മുടെ സാറുടെ നിൽപ്പുണ്ട്. അപ്പോൾ സാറുടെ നമ്മുടെ ഷിക്കന്മാരുവിനോട് ചോദിക്കുകയാണ്, ഷിക്കന്മാരും ആണല്ലോ ഇപ്പോഴത്തെ 8th ഹൊക്കാഗെ. അതുകൊണ്ട് ഷിക്കന്മാരോട് ചോദിക്കാനല്ല പറയാണ്, ശരിക്കും ബൊറൂട്ടോ നറൂട്ടോനെ കൊന്നിട്ടില്ല. അത് ഞാൻ പറയുന്നതാണ് സത്യം. ഈ വില്ലേജേഴ്സ് എല്ലാം സെറ്റാണ് ചിന്തിച്ച് കൂട്ടിയേക്കുന്നതെന്ന്. അന്നേരം നമ്മുടെ ഷിക്കന്മാരും കൊണങ്ങാമാരും പറയുകയാണ്, നീ എന്ത് വട്ടാണ് പറയുന്നത്? അങ്ങനെയൊന്നും ഒരിക്കലും നടന്നിട്ടുണ്ടാവില്ല. ശരിക്കും ബൊറൂട്ടോ നറൂട്ടോനെ കൊന്നതാണ്, നീ കണ്ടതല്ലേ? എന്നിട്ട് നമ്മുടെ സാറിന് പറയുകയാണ്, ഇല്ല, സത്യം ഇതാണ്, ബൊറൂട്ടോ നറൂട്ടോനെ കൊന്നിട്ടില്ല. അത് കേട്ട് നമ്മുടെ കൊണഹാമാരോനും ഷിക്കന്മാരോനും നല്ല രീതിക്ക് തന്നെ ദേഷ്യം വരികയാണ്. എന്നിട്ട് അവളോട് ഇറങ്ങിപ്പോവാനൊക്കെ പറയുകയാണ്. പക്ഷെ നമ്മുടെ സാറുടെയും അതുപോലെ തന്നെ നമ്മുടെ കൊണഹാമാരും ഷിക്കന്മാരും അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ സാറിൻ്റെ പറയാണ്, ശരി ഞാൻ പോവാം, പക്ഷെ നിങ്ങളിത് വിശ്വസിച്ചേ പറ്റൂ, ഇതാണ് സത്യം, ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരത്ത് നമ്മുടെ കൊണഹാമാരിനോട് മൈ റോൾ മോഡൽ ഈസ് ലോർഡ് ദ 7th എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ നീയല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അതേസമയം നമുക്ക് വേറെ ഒരു ഡയമെൻഷൻ കാണാം. അവിടെ നറൂട്ടോയും അതുപോലെ തന്നെ ഹിനാട്ടയും നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ കവാക്കി ഒരു ബോക്സിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഇങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സാറുടേനെയും അതുപോലെ തന്നെ ക്ലാസ് റബ്ബിനെയാണ്. ഇവർ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അവർ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നറൂട്ടോയുടെയും അതുപോലെ തന്നെ നമ്മുടെ കവാക്കിയുടെ, ശരിക്കും പറഞ്ഞാൽ കവാക്കിയുടെ സ്ഥാനമാണ് ബൊറൂട്ടോയുടെ സ്ഥാനം കവാക്കിയാണ് ഇവ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് റിവേഴ്സ് കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റും, പക്ഷെ അതെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എന്നാലും നമുക്ക് ഏടയോടും ഡെവനോടും ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സാറിൻ്റെ പറയുകയാണ് നമ്മുടെ ക്ലാസ് റൂമിനോട്, ശരിക്കും ബൊറൂട്ടോ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അത് ആംനിപൊട്ടൻസ് എന്ന് പറഞ്ഞൊരു ഒരു ടെക്നിക്കിലൂടെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് നേരെ ഏടയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഏട ഡെവനോടും ചോദിക്കുകയാണ്, നമ്മുടെ നമ്മുടെ സാറുടെ ഈ ആംനിപൊട്ടൻസ് റീസ്റ്റോർ ചെയ്ത് പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, പുറകോട്ട് കൊണ്ടുപോയിട്ട് അത് യഥാർത്ഥത്തിൽ നേരാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം നമ്മുടെ ഏട പറയുകയാണ്, ഇല്ല, അതൊരിക്കലും സാധിക്കുകയാണെങ്കിൽ തന്നെ അത് ഭയങ്കര പാടുപിടിച്ചൊരു പണിയാണ്, അത് സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര നാളായി എനിക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് നമ്മുടെ ഏടയും നെവിനും പറയുകയാണ്. അത് കേട്ട് സാറുടേക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റബ്ബിനും ഭയങ്കര സങ്കടമാകും. അത് കേട്ട് ഏട പറയാണ്, ഇവിടെയുള്ള എല്ലാവരുടെ മനസ്സിലും ഇപ്പോൾ കവാക്കിയാണ് നറൂട്ടോയുടെ മകൻ, ബൊറൂട്ടോ നറൂട്ടോനെ കൊന്നു, ഇത്രയാണ് എല്ലാവർക്കും അറിയുന്നത്. ഇതൊരിക്കലും ഇനി പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ തന്നെ ഭയങ്കര പാട് പിടിച്ചൊരു പണിയാണ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ് റൂപ്പ് പറയുന്നത്, ശരിക്കും ബൊറൂട്ടോ നറൂട്ടോയുടെ സ്ഥാനത്താണ് എന്താണ് കാരണം. അന്നേരം നമ്മുടെ ഏട പറയാണ്, ഇതൊരു ആംനിപൊട്ടൻസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്, ഇത് എനിക്ക് മനസ്സിലായത് തന്നെ കവാക്കി അത് യൂസ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് എന്ന് പറയുക. അന്നേരം നമ്മുടെ സാറ് ചോദിക്കും, അത് നീ കാരണമല്ലേ സംഭവിച്ചതെന്ന് പറയും. അന്നേരം അതേന്നും പറയാണ് നമ്മുടെ ഏട. അതിനുശേഷം ഈ ഡെമൻ ഇവർ രണ്ടുപേരെ ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഇവരെന്തൊക്കെയോ ഇങ്ങനെ നുണ പറയുന്ന പോലെയൊക്കെയാണ് നമ്മുടെ ഡെമന് തോന്നുന്നത്. കാരണം ഇവർ കള്ളം പറയുകയാണോ എന്നൊക്കെ, അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏടയുടെ ആ ഒരു സംഭവമില്ലേ ആംനിപൊട്ടൻസ്, ഇവരും അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് ഉള്ള ചെറിയൊരു ഇതുണ്ടായിരുന്നു ഈ ഡെവന്. അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് സാറുടേക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റബ്ബിനും അറിയാം. അതുകൊണ്ട് അവരെങ്ങനെയൊക്കെ പിടിച്ചു നിൽക്ക് അവരോട് വർത്താനം പറയാം. അതേസമയം നമ്മുടെ കവാക്കിനും കാണിക്കാം, കവാക്കിക്ക് ഒരു മെസ്സേജ് കിട്ടുകയാണ്, നമ്മുടെ കൊണഹാമാരും ഷിക്കന്മാരും മെസ്സേജ് കിട്ടുകയാണ്,
നമ്മുടെ വില്ലേജിൻ്റെ ഏതോ ഒരു വശത്തായിട്ട് കുറച്ച് ക്ലോ മാർക്സ് കണ്ടു. അത് മായ്ക്കാൻ എത്രയും വേഗം അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അതെങ്ങനെ വന്നെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് നമ്മുടെ കവാക്കിയും അതുപോലെ തന്നെ നമ്മുടെ മിക്സിക്ക് ആണെങ്കിൽ ഇങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുമ്പോൾ മിക്സിയോട് പറഞ്ഞു, മിക്സിക്ക് നീ വരണ്ട, നീ ഇവിടെ തന്നെ നിൽക്കുക, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കവാക്കി പോയി പറന്നു പോവാണ്. അതേസമയം നമ്മുടെ മിക്സിക്ക് പറയുകയാണ്, നീയാണ് എൻ്റെ സൺ, നീ തന്നെയല്ലേ എൻ്റെ സൺ എന്ന് ചോദിക്കും. അന്നേരം കവാക്കി പറയും, നീ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്താതിരിക്കാൻ പറയും. അത് കേട്ടിട്ട് നമ്മുടെ മിക്സിക്ക് സങ്കടമാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിക്സിക്ക് പറയുന്നത്, യു ആർ ദ സൺ, നീയാണ് എൻ്റെ സൺ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിമാവാരിനെ ചോച്ചാനെയാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും നല്ല കട്ടയ്ക്ക് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹിമാവാരിക്ക് ബൊറൂട്ടോനെ സഹായിക്കണം എന്നാണുള്ളത്. അത് വേറെ ആർക്കും അറിയത്തില്ല. എന്നിട്ട് ഈ ഫാമിലി പൊട്ടൻഷ്യൽ കാരണം ഇവർ രണ്ടുപേരും ചേഞ്ച് ആയതും ഈ ഹിമാവാരിക്ക് അറിയത്തില്ല. എന്തോ ഒരു കാരണത്താൽ ഹിമാവാരിക്ക് പിന്നെ ബൊറൂട്ടോനെ സഹായിക്കണം എന്നാണ് ഉള്ളത്. അന്നേരം നമ്മുടെ ഷിക്കഡായും അതുപോലെ തന്നെ ഈനോജിനും അങ്ങോട്ട് വരികയാണ് അവരുടെ പ്രാക്ടീസ് കണ്ടിട്ട്. അത് ഹിമാവാരിയോട് ചോദിക്കുകയാണ്, എന്താണ് നീ ഇത്രയും ഇതായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്, നിനക്ക് ഇച്ചിരി വിശ്രമിച്ചിവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് ഹിമാവാരി പറയുകയാണ്, എനിക്കെന്തോ ബൊറൂട്ടോനെ സഹായിക്കണം എന്നാണ് തോന്നുന്നത്, എനിക്ക് കവാക്കിനെ സഹായിക്കണം എന്നുണ്ട്, എന്നാലും ബൊറൂട്ടോനെയാണ് എനിക്ക് സഹായിക്കാൻ തോന്നുന്നതെന്ന് പറയുകയാണ്. അത് ജനങ്ങളോട് പറഞ്ഞാൽ അവർക്കിത് വിശ്വസിക്കാനേ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തതെന്ന് പറയുകയാണ്. അത് കേട്ട് നമ്മുടെ ഈനോജിനും ഷിക്കഡായും പറയുകയാണ്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, അവൻ നമ്മുടെ ശത്രുവാണ്, അല്ലാതെ നിൻ്റെ ചേട്ടൻ കവാക്കിനെയാണ് നീ സഹായിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. അതേസമയമാണെങ്കിൽ നമ്മുടെ ഹിമാവാരിക്ക് അവളുടെ ആ ഒരു ഒപ്പീനിയനിൽ നിന്ന് മാറാനേ കഴിയുന്നില്ല. അവൾ പറയും, എനിക്ക് തോന്നുന്നത് ഞാൻ ബൊറൂട്ടോനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കവാക്കിനെ കാണിക്കുന്നത്. കവാക്കി അവിടെയുള്ള ക്ലോ മാർക്സ് എല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കവാക്കി വേറൊരു സംഭവം ശ്രദ്ധിക്കുന്നത്. അവൻ്റെ കൂടെയുള്ള ഒരു നിഞ്ചയുടെ കഴുത്തിലാണെങ്കിൽ ഒരു ക്ലോ മാർക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് അവൻ പിടിച്ച് നിർത്തിയിട്ട് അത് മായ്ച്ചും കളയുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് അവൻ മായ്ച്ചു കളയുന്ന നേരത്ത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് എല്ലാം കണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ആർക്കും ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രാമത്തിലൊരു ഭാഗത്ത് ഒരു ക്ലോ മാർക്സ് പ്രത്യക്ഷപ്പെടുക, അവിടെ ഒരു വലിയ ജീവി പുറത്തോട്ട് വരികയും ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ കവാക്കി അറിയുന്നില്ല. അന്നേരമാണ് ഒരു മെസ്സേജ് വന്നത്, നമ്മുടെ ഷിക്കമാറും എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഗ്രാമത്തിലൊരു ക്ലോ മാർക്കിലൂടെ ഒരു ജീവി പുറത്തോട്ട് വന്നിട്ട് എല്ലാവരും ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അത് കേട്ടിട്ട് കവാക്കി അന്നേരം അങ്ങോട്ട് വരുന്നുണ്ട്. കവാക്കി ഒരെണ്ണത്തിന് അടിച്ചിടുന്നുമുണ്ട്. ആ അടിച്ചിട്ട് അതേ സമയത്ത് നമ്മുടെ സാറുടെ ആണെങ്കിൽ വന്നിട്ട് വേറെ ഒരു മോൺസ്റ്ററിനെയും കൂടി ഇടിക്കുന്നുണ്ട്. അപ്പം ഈ സാറിനെ ഇടിച്ചിട്ട മോൺസ്റ്ററിൻ്റെ ഉള്ളിലൂടെ വേറെ ഒരു മോൺസ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് എല്ലാവർക്കും അത്ഭുതമായി. കാരണം അതെങ്ങനെയാണ് ആ ജീവികളുടെ മുഖത്ത് മൊത്തം ക്ലോ മാർക്സ് ആണ്. അതിൻ്റെ ഉള്ളിലൂടെ വേറെ ഒരെണ്ണം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ജീവിയുടെ ഉള്ളിലൂടെ നമ്മുടെ കോഡും അങ്ങോട്ട് വരികയാണ്. അതിൻ്റെ കോഡ് നമ്മുടെ സാറിനെ നോക്കിയിട്ട് പറയാണ്, ബൊറൂട്ടോനെ ഇതുവരെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല, 2-3 വർഷമായി ഞാൻ അവനെ തിരയുന്നു, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അന്നേരം നമ്മുടെ സാറിന് പറയാണ്, ഇല്ല നിനക്ക് ഒരിക്കലും കിട്ടില്ല, എനിക്ക് കിട്ടാനും പോകുന്നില്ലെന്ന് പറയുകയാണ്. അന്നേരം നമ്മുടെ കോഡ് പറയാണ്, ഇല്ല എനിക്ക് എന്തായാലും കിട്ടും, നിന്നെ പിടിച്ചുകൊണ്ട് നിൻ്റെ കരച്ചിൽ കേട്ട് അവൻ എന്തായാലും ഇവിടെ എത്തുമെന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് നമ്മുടെ സാറിലേക്ക് നല്ല ദേഷ്യം വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരത്തേനും കുറേ ജീവികൾ നമ്മുടെ സാറിനെ ചുറ്റും കൂടി അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. അത് കേട്ടിട്ട് കോഡിന് ഭയങ്കര സന്തോഷം. ആ സമയത്താണ് ഒരു വമ്പൻ ടെസ്റ്റ്, നമ്മുടെ ബൊറൂട്ടോ നമ്മുടെ കോഡിൻ്റെ തലയെ ചവിട്ടി അരച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് മാസമായിട്ട് വന്ന് ലാൻഡ് ചെയ്യുന്നു. ഒരു വമ്പൻ അടിപൊളി എൻട്രി ആയിട്ടാണ് ബൊറൂട്ടോ ഇവിടെ എത്തുന്നത്. അന്നേരത്തേനും നമ്മുടെ സാറിൻ്റെക്ക് ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അടി കൂട്ടിയിട്ട് ബൊറൂട്ടോ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സാറിൻ്റെ അത് അന്തം വിട്ട് കുന്തം വിഴിയാനുള്ള നോക്കിക്കൊണ്ട് നിൽക്കുന്നത്.
ആ സമയത്താണ് നമ്മുടെ കവാക്കിക്ക് കവാക്കിക്ക് നമ്മുടെ ബൊറൂട്ടോയുടെ ചാക്ര സെൻസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ബൊറൂട്ടോയുടെ അടുത്തേക്ക് നമ്മുടെ കവാക്കി എത്തുവാണ്. കവാക്കി നല്ല കലിപ്പിലാണ്, കാരണം ബൊറൂട്ടോനെ എങ്ങനെയും കൊല്ലണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് റബ്ബും അതുപോലെ തന്നെ കൊണഹാമാറും ഷിക്കമാറും എല്ലാം ഇതറിഞ്ഞു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയാൻ. ഇത് 1ാമത്തെ എപ്പിസോഡ് തൊട്ട് 53ാമത്തെ എപ്പിസോഡ് വരെയാണ് ഇതുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.